കഴിഞ്ഞ 2 ദിവസമായി മലയാളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ മലയാള സിനിമയുടെ 2 ബിഗ് പില്ലേഴ്സിലൊന്നായ ശ്രീ മോഹൻലാലിനെതിരായിട്ട് സംഘപരിവാർ സർക്കിളുകളിൽ നടക്കുന്ന അധിക്ഷേപം, അക്രമം ഒരു തരത്തിലും മലയാളികൾക്ക് നീതീകരിക്കാൻ കഴിയുന്നതല്ല. എന്തുകൊണ്ടാണ് മലയാളിയുടെ പൊതുബോധത്തിൽ നിന്ന് സംഘപരിവാറുകാരെ നമ്മൾ മാറ്റി നിർത്തുന്നത് എന്ന് അവർ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നലെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുകയാണ്, സെൻസർ ബോർഡ് മെമ്പർമാർക്ക് ഷോക്കോസ് കൊടുക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സെൻസർ ബോർഡെന്ന് പറഞ്ഞാൽ BJP പ്രസിഡന്റ് പോലെ ആർക്കും വന്നിരിക്കാവുന്ന അപ്രധാനമായൊരു പദവിയാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത്. സെൻസർ ബോർഡെന്ന് പറഞ്ഞാൽ സിനിമയുമായി ബന്ധമുള്ള, കലാഭിരുചിയുള്ള, കലാബോധമുള്ള, സർഗവാസനയുള്ള ആളുകൾക്ക്, സിനിമയെപ്പറ്റി ധാരണയുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന പദവിയാണ്. അപ്പോൾ ആ പദവിയിൽ ഏതെങ്കിലും പാർട്ടി അടിമകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിൻവലിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ സെൻസർ ബോർഡിന് ഷോക്കോസ് കൊടുക്കാൻ BJPയുടെ സെല്ലല്ല, സംഘപരിവാറിൻ്റെ സെല്ലല്ല സെൻസർ ബോർഡ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനവും അതുപോലെ തന്നെ NIA അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഗണേഷിനെ ചോദ്യം ചെയ്യണം. കുറച്ച് മുൻപ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ശ്രീ പൃഥ്വിരാജ് സുകുമാരന് ISISുമായി ബന്ധമുണ്ട് എന്നാണ്. അപ്പോൾ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അയാൾക്കൊരു ഇൻഫർമേഷൻ ഇവിടുന്ന് കിട്ടണമല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇത്തരത്തിൽ ISISുമായി ബന്ധപ്പെട്ടൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തതിൻ്റെ പേരിൽ ശ്രീ ഗണേശ് എന്ന് പറയുന്ന യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുവാൻ തയ്യാറാകണം. കേരളത്തിൽ വിറ്റുപോകാത്ത, വാളയാർ അതിർത്തിക്ക് അപ്പുറവും കളിക്കവളയ്ക്ക് അപ്പുറവും നിൽക്കുന്ന സംഘപരിവാറിൻ്റെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രവുമായി കേരളത്തിലേക്ക് വന്നാൽ മതേതര മൂല്യമുള്ള മലയാളികൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. എനിക്ക് സത്യത്തിൽ ഈ BJPക്കാരോട് വലിയ സഹതാപമാണ് തോന്നുന്നു. ഇവർക്കൊരു യാതൊരുവിധമായ സർഗവാസനയും സിനിമാ ബോധവും സാംസ്കാരിക ബോധവും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ ചില ഉത്തരവാദിത്തപ്പെട്ട സംഘപരിവാർ നേതാക്കന്മാർ പറയുകയാണ്, ഈ ലാലേട്ടൻ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. എന്തൊരു വിവരക്കേടൊക്കെ ഇവർ പറയുന്നത്. ഇവർക്ക് സിനിമയുടെ ABCDയെ പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ? ഇറങ്ങിയ സിനിമകൾ കാപ്പ, അതിലെവിടെയാ രാജ്യദ്രോഹം? ബ്രോഡാഡി, അതിനകത്ത് എവിടെയാണ് രാജ്യദ്രോഹം ഉള്ളത്? പിന്നെ ഇവരാകെ പറയുന്നത് എന്താണ്? ജനഗണമന. BJPയെ വിമർശിച്ചാൽ രാജ്യദ്രോഹമാണെന്ന് ഈ ചങ്ങാതിമാരോട് ആരാ പറഞ്ഞിട്ടുള്ളത്? BJPയെ വിമർശിക്കലാണ് യഥാർത്ഥ രാജ്യസ്നേഹം. ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ കൊന്ന പ്രത്യയശാസ്ത്രത്തെ വിമർശിക്കുന്നതാണ് യഥാർത്ഥ രാജ്യസ്നേഹമെന്ന് ഈ രാജ്യത്തെ രാജ്യസ്നേഹികൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയ്ക്കെതിരായിട്ട്, എമ്പുരാൻ സിനിമയ്ക്കെതിരായിട്ട് നടത്തുന്ന സംഘപരിവാറിൻ്റെ ഹേട്രഡ് ക്യാമ്പയിൻ, വെറുപ്പിൻ്റെ ക്യാമ്പയിൻ, ലാലേട്ടനെതിരായിട്ട് നടത്തുന്ന ഈ ക്യാമ്പയിൻ, അതിനെ അതിശക്തമായ പുച്ഛത്തോടും അവജ്ഞയോടും കൂടി തന്നെ മലയാളികൾ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എമ്പുരാനും ലാലേട്ടനും ഒക്കെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട്. അതാ പറഞ്ഞു, എമ്പുരാനും ലാലേട്ടനും ഒക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സംഘടനയുടെ സംരക്ഷണം ആവശ്യമില്ല. മലയാളികളുടെ മുഴുവൻ സംരക്ഷണമുണ്ട്. മലയാളികളുടെ മുഴുവൻ സംരക്ഷണവുമായിട്ട് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ട് കാലമായിട്ട് മലയാള സിനിമയുടെ ഏറ്റവും വലിയ ബിഗ് ഗംസ് എന്നാണല്ലോ നമ്മൾ അവരെ രണ്ടിനെ വിളിക്കുന്നത്, മമ്മൂട്ടിയും മോഹൻലാലിനെയും. അപ്പം മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒന്നും സംരക്ഷണം വേണ്ട, മലയാളിയുടെ സംരക്ഷണമുണ്ട്. ആ സംരക്ഷണത്തിലാണ് അവർ നിന്നത്. ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? നിങ്ങളിൽ എത്ര പേര് എമ്പുരാൻ കണ്ടു എന്ന് എനിക്കറിയില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എമ്പുരാനകത്ത് കോൺഗ്രസ് വിമർശനമില്ലേ? കോൺഗ്രസിനെ വിമർശിക്കുന്നുണ്ടല്ലോ. ഇനി പോട്ടെ, ലാലേട്ടൻ രക്തസാക്ഷികൾ സിന്ദാബാദ് ചെയ്ത നടനല്ലേ? രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയിട്ടുള്ള പൊളിറ്റിക്കൽ നരേഷൻ ഈ നാട്ടിൽ എത്ര സിനിമകൾ ഉണ്ടാക്കിയിട്ടുണ്ട്? അപ്പോൾ സിനിമയായും അതിനകത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആ തലത്തിലുമൊക്കെ അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പം മലയാളി ഇപ്പം കേരളത്തിലേക്ക് ഇവർ ഒളിച്ചു കടത്താൻ ശ്രമിച്ചിട്ടുണ്ട് സിനിമകളുണ്ടല്ലോ, കേരള സ്റ്റോറീസ്, കശ്മീർ ഫയൽസ്. അപ്പോൾ ആ സിനിമകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞ ആളുകൾ, നിങ്ങൾ മലയാളിക്കെതിരാണ്. ഇവർ സംഘപരിവാറുകാർ മലയാളികൾക്കെതിരാണ്. NDA സർക്കാർ മാത്രമല്ല മലയാളികൾക്കും കേരളത്തിനും എതിരെ.
ഇവരും ഈ കേരളത്തിലുള്ള സംഘപരിവാറുകാരും മലയാളിക്കെതിരാണ്. അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, KGF-നും പുഷ്പയും ഒക്കെ പോലെ മലയാളത്തിൽ നിന്ന് ഇപ്പം ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ദക്ഷിണേന്ത്യൻ സിനിമകളാണ്. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ ദക്ഷിണേന്ത്യൻ സിനിമകൾ നിയന്ത്രിക്കുന്ന കാലത്ത് ബോളിവുഡ് സിനിമകളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ബോളിവുഡിൽ നിന്ന് വലിയ മാർക്കറ്റിംഗ് സിനിമകൾ ഉണ്ടാകുന്നില്ല. ഇന്ത്യൻ സിനിമാ മേഖലയ്ക്ക് നവോന്മേഷം നൽകി ദക്ഷിണേന്ത്യൻ സിനിമകൾ വരുമ്പോൾ BJPയുടെ സംഘപരിവാറിൻ്റെ ഒരു സൗത്ത് ഇന്ത്യൻ ഫോബി ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് കൂടി നടക്കുന്നതാണ്. ഇത് നമ്മൾ വെറുതെ എമ്പുരാനെതിരായിട്ടോ ലാലേട്ടനെതിരായിട്ടോ നടക്കുന്ന ഒരു അക്രമമായിട്ട് കാണരുത്. ഇത് വളരെ കൃത്യമായി സംഘപരിവാറിൻ്റെ പ്രൊപ്പഗൻഡയാണ്. മലയാളത്തിൽ നിന്നൊരു സിനിമ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കാനായിട്ട് പോകുന്നു, നയിക്കാനായിട്ട് പോകുന്നു. 2 ദിവസമായിട്ടുള്ള ഗ്രോസ് കളക്ഷൻ എത്രയാണ്? അപ്പോൾ ഒരു സിനിമ, മലയാള സിനിമ, നമ്മളെ പോലൊരു 3.5 കോടി മലയാളികൾ മാത്രമുള്ളൊരു ചെറിയ തുരുത്തിൽ നിന്നൊരു സിനിമ ഇന്ത്യക്ക് ആകെ അഭിമാനമായി മാറുമ്പോൾ ആ സിനിമയ്ക്ക് നേരെ നടക്കുന്ന അക്രമം മലയാളത്തിന് നേരെ നടക്കുന്ന അക്രമമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടിരുന്നു. ഞാൻ എല്ലാ സിനിമയും കാണുന്ന ആളാണ്. ഈ സിനിമയും കണ്ടിരുന്നു. ഈ സിനിമയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനോടുള്ള വിമർശനമുണ്ട്, വലിയ ഭാഷയിൽ കോൺഗ്രസിനോടുള്ള വിമർശനമുണ്ട്, വലിയ ഭാഷയിലുള്ള CPM വിമർശനമുണ്ട്. നമ്മൾ വിമർശനങ്ങളെ കാണണ്ടേ? അതിൻ്റെ പേരിൽ ജോർദാനിൽ പൃഥ്വിരാജ് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം നമുക്കറിയാലോ. ഒരു മനുഷ്യൻ ലൈഫ് റിസ്ക് ചെയ്തൊരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ജോർദാനിൽ പോയി കുടുങ്ങിക്കിടന്നിട്ട് ഒരു സാഹചര്യത്തെ പോലും ഇവരുടെ വൃത്തികെട്ട കണ്ണുകളും വൃത്തികെട്ട ചിന്തയുമായി അതിനകത്ത് മതം കടത്തുവാനുള്ള ശ്രമങ്ങൾ അത് ചെറുത്ത് തോൽപ്പിക്കണ്ടേ?